ഇന്ന് ഞാനുള്ളത് കേരളത്തിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫാം ഹൗസിലാണ്. ഒരു വ്യത്യസ്തമായ സ്റ്റേ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഫുള്ള് മിസ്സാവാതെ കാണാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെറുത്തായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കുട്ടിക്കാനത്ത് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വാഗമൺ സീരീസിലെ 3ാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഭയങ്കര ചെറിയൊരു റൂമാണ്. ശരിക്കും നമ്മളെ നോട്ട് ഓൺ ദ മാപ്പ് പോലത്തെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കുട്ടിക്കാനം ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര യൂണീക്കായിട്ടുള്ള ഒരു കിടിലൻ സ്റ്റേ ആണ്. ഒരു 500 മീറ്റർ കൂടി ഉണ്ട്. ഭയങ്കര ചെറിയ റോഡാണ്. ഒറ്റ വണ്ടിയെ കറക്റ്റ് പോകുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ 3ാമത്തെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തു. ഇതൊരു ഭയങ്കര യൂണീക്കായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കേരളത്തിൽ തന്നെ മോസ്റ്റ് യുണീക്ക് ഒരു ഫാം ഹൗസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇത് പറയും. ഇതാണ് നമ്മുടെ ഫാം ഹൗസ്. നമുക്കൊരു 2 ബെഡ്റൂമുള്ള ഒരു ഫാം ഹൗസാണ്. 1.5 ഏക്കർ സ്ഥലത്ത് കണ്ടമാനം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിരുന്നത് ഞാൻ മറന്നുപോയത്. പിന്നെ അവിടെ നൈസ് ഒരു തൊഴുത്തൊക്കെ ഉണ്ട്. അത് അവാർഡൊക്കെ കിട്ടിയതിൻ്റെ ഒരു തൊഴുത്തൊക്കെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന നമ്മുടെ ഫാം ഹൗസ്. ഭയങ്കര വെറൈറ്റി സാധനമായിട്ടൊക്കെ അടിപൊളിയായിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാം ഹൗസ് കാണാം. ഇത് 2 ബെഡ്റൂമുള്ളൊരു ഫാം ഹൗസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കയറുന്നില്ലേ, ഇത് ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. കൺസ്ട്രക്ഷൻ സ്റ്റൈല് ഒരു രക്ഷയില്ല. എനിക്ക് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഡെഫിനറ്റ്ലി വേറെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കണ്ടോ ഈ ചെയറൊക്കെ കണ്ടോ, ഇതിൻ്റെ എല്ലാം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ്. ഫുൾ ഗ്ലാസ് ആണ്. ഒരു ഡോറുണ്ട്, തുറന്നിട്ടാൽ നല്ല കാറ്റൊക്കെ കിട്ടും. ചുറ്റും ചെടികളും ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാം. ശരിക്കും ഭയങ്കര ഒരു റോ ടച്ചാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ഒരു ഏരിയ ഉണ്ട്. ഈ ലിവിങ് ഏരിയയിൽ തന്നെ താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ അവിടെ താഴത്തൊരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് വന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ നല്ല ഓപ്പൺ സ്പേസ് ആണ്. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മഴ പെയ്യാണെങ്കിൽ വേറൊരു മൂഡായിരിക്കും ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇതൊരു കിച്ചൺ സ്പേസ് ആണ്. പ്രത്യേകിച്ച് അതിന് പാർട്ടീഷൻ ഒന്നുമില്ല. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം പാത്രങ്ങളും സാധനങ്ങളും ഗ്യാസും അങ്ങനെ എല്ലാ വകതയും. ഇത് തുറക്കണമൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. ഇങ്ങനെ തുറക്കുമ്പോൾ സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരും. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ വക സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാർബിക്യൂവിൻ്റെ സെറ്റപ്പ് ഉണ്ട്. നമുക്കത് നൈറ്റ് ചെയ്യാം. ക്യാമ്പ് ഫയർ ഏരിയയും ഇതിനകത്ത് തന്നെയാണ്. അതൊക്കെ നമുക്ക് നൈറ്റ് കാണിച്ചു തരാം. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഫ്രിഡ്ജിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ എല്ലാം ഫിൽഡപ്പ് ആണ്. പിന്നെ ഇതാണ് എൻ്റെ ഡൈനിങ് സ്പേസ്. ഇപ്പോൾ ഈ ഒരു കിച്ചൺ ഏരിയയുടെ അവിടെ തന്നെ ഇതിൻ്റെ ഒരു കോമൺ വാഷ്റൂം ടോയ്ലറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു കോമൺ വാഷ്റൂം ടോയ്ലറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം. കംപ്ലീറ്റ്ലി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. നമുക്ക് 2 പേർക്കോ 3 പേർക്കോ എക്സ്ട്രാ ബെഡ് ആണെങ്കിൽ 3 പേർക്ക് താമസിക്കാം. താഴത്തെ ബെഡ്റൂമിൽ 3 പേർക്ക് താമസിക്കാം. നമുക്കൊരു 6 പേർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഒരു 8 പേർക്കും ചിലപ്പോൾ താമസിക്കാൻ പറ്റും. ഭയങ്കര റോവാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കാം. അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഒരു ജക്കൂസി ഉണ്ട്. അത് അടിപൊളിയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കിട്ടുന്ന സാധനമാണ്. അത് സസ്പെൻസാണ്. ലാസ്റ്റ് കാണിക്കുള്ളൂ. നമുക്കിനി താഴത്ത് പോയിട്ട് താഴത്തെ റൂമിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ്. അത് നമ്മൾ താഴത്ത് ഇറങ്ങി വന്നിട്ടാണ് അടുത്തൊരു ബെഡ്റൂം ഉള്ളത്. മുകളിൽ ബെഡ്റൂം തന്നെ അത്രയും സ്പേഷ്യസ് ആയിട്ട് റൂം തന്നെയാണ് കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയാണ്. താഴത്തേക്ക് ഇറങ്ങി വന്ന് നല്ല വലിയ ഒരു ഇവിടെ കിങ് സൈസ് ബെഡ് ഉണ്ട്. ഫുൾ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ടേ നമ്മൾ ഫുൾ ഒരു എന്താ പറയുക ഒരു നേച്ചറിനുള്ളിൽ നിൽക്കുന്നൊരു ഫീലാണ്. ഇപ്പോൾ ഇവിടുത്തെ താമസിക്കുന്ന ആൾക്ക് ഇവിടെ ഒരു വാഷ്റൂം ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം. ഇതിനകത്ത് ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ബെഡ്റൂംസ് ഇവിടുത്തെ. പിന്നെ ഇവിടെ മെയിൻ എടുത്ത് പറയേണ്ടത് പിന്നെ ഇവിടുത്തെ ഫാമിങ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് അത് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ സസ്പെൻസ് പറയുന്നതും അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിലെ എനിക്ക് ഏറ്റവും കിടിലായിട്ട് തോന്നിയൊരു സാധനം അതാണ് ഇവിടുത്തെ ബാത്റൂം. ഇതുപോലൊരു ജക്കൂസി, ഇത്രയും വലിയൊരു ജക്കൂസി ഞാൻ ഈ അടുത്ത കാലത്തും കണ്ടില്ല. കുറച്ച് നേരം വയനാട് റിസോർട്ട് പോയപ്പോൾ പക്ഷെ അത് അവർ എന്താ പറയുക മേടിച്ച് വെച്ച ജക്കൂസിയാണ്. ഇത് ഇവിടെ പണിത നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജക്കൂസി. ഇവിടെ ഒരു നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് അറ്റ് ആ ടൈം ഈ ജക്കൂസി യൂസ് ചെയ്യാം. അത്രയും കിടലൻ ജക്കൂസി. അതിന് ജക്കൂസി നോക്കുമ്പോൾ നമുക്ക് പുറത്ത് നല്ല വ്യൂവും പുറത്ത് വ്യൂ എല്ലാം കാണാം. പിന്നെ ഇവിടെ ഫുൾ ഈ പ്രോപ്പർട്ടി മൊത്തം ഭയങ്കര ഓപ്പൺ ആണ്. ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഇത്രയും അടിപൊളി ജക്കൂസി അടുത്ത കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം മാറിയത്. ഒരു 2 മിനിറ്റ് നോക്കുമ്പോൾ ഫുൾ വ്യൂ ആയിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. കംപ്ലീറ്റ് മിസ്റ്റിൽ ഒതുങ്ങി പോയി. ഞാൻ ഈ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ റൂമിനകത്തും കംപ്ലീറ്റ് മിസ്റ്റ് കയറും. അതുപോലെ മിസ്റ്റാണ്. ഇപ്പോൾ ഒരു സാധനം പോലും കാണാനില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ചൂട് ചായ കുടിച്ച് ഇരിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ക്ലൈമറ്റ് കംപ്ലീറ്റ് മാറിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ താമസിക്കുന്ന ഫാം ഹൗസിൻ്റെ നമ്മുടെ ഒരു വീടില്ലേ അതിൻ്റെ മുകളിലാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ മുകളിൽ. അത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു സിനാരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ മറ്റേ ആ ഒരു കസേരയില്ലേ, ഇത് സാധനം എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. താഴത്ത് ഞാൻ കയറി വരുമ്പോൾ റെഡ്ബറീസ് നടന്നു. അവിടെ ഒരുപാട് ചാമ്പൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കയറുകയാണെങ്കിൽ ഞാൻ പറ്റുമെന്ന് അങ്ങോട്ട് കയറിപ്പോട്ടെ. അവിടെ ചെറിയ ഓറഞ്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം അവർ സെല് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഗസ്റ്റിനെ കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറിച്ച് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ പോലെ നല്ല
നല്ല വലിയ വലിയ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് കഴിക്കാം. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതവിടെ ചെറിയ ഇപ്പോൾ വീഴാനെങ്ങനെ ചെറിയ മറ്റേ ഓറഞ്ച് അങ്ങനെ കുറേ ഒരു ഓൾമോസ്റ്റ് ഒരു 75ഓരം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് ഈ ഒരു ഫാമിനകത്തുണ്ട്. പക്ഷേ ഇത് കയറി വന്നപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഭയങ്കര കാറ്റാണ്. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയത്. ഒരു 10 മിനിറ്റിൽ ഇവിടുത്തെ കംപ്ലീറ്റ് ക്ലൈമറ്റ് മാറി. അമ്മാതിരി കാറ്റാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ പുല്ലൊക്കെ കാണുമ്പോൾ. ഞാൻ എന്തായാലും താഴത്തേക്ക് റൂമിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ ഒരുപാട് ഹോം സ്റ്റേസോ അല്ലെങ്കിൽ വല്ല റിസോർട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഈ ക്യാമ്പ് ഫയർ ഇപ്പോഴും പുറത്താണ് സെറ്റ് ചെയ്യുക. എങ്കിൽ വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ ക്യാമ്പ് ഫയർ നമുക്ക് റൂമിന് അകത്ത് തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഫാം ഹൗസിൽ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ അകത്ത് തന്നെയാണ്. അതുപോലെ ബാർബിക്യൂ ഉണ്ട്, അതൊക്കെ നമുക്ക് അകത്ത് തന്നെ സൈഡിലിരുന്ന് ചെയ്യാം. അത് ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു 6:45 ഈ 6:45 മൊത്തം ഇതിൻ്റെ ആംബിയൻസ് അങ്ങ് മാറിപ്പോയി. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വേറൊരു മൂഡ്. ഞാൻ വന്ന സ്ഥലമാണോ ഇത് വേറെ സ്ഥലമാണോ അമ്മാതിരി ഒരു ട്രാൻസ്ഫോർമേഷൻ കയറി കുച്ച. ഭയങ്കര ഒരു കളറിനൊക്കെ ഭയങ്കര ഡിഫറൻസും ഭയങ്കര ഒരു പുറത്ത് പിന്നെ എപ്പോഴും ഫുൾ മിസ്റ്റാണ്. നമ്മുടെ ഇതിനുള്ളിലേക്കൊക്കെ മിസ്റ്റ് കയറി തുടങ്ങി. നമ്മുടെ ഇതിനകത്ത് ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പുകയുണ്ട് കണ്ടോ. മേലേക്ക് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലം പോലെ ഉണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഒരു ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ലൈറ്റായപ്പോൾ മൊത്തം ഒരു വാവ് ആംബിയൻസ്. ബെഡ്റൂമൊക്കെ കണ്ടോ, വേറൊരു മൂഡ് നൈസായിട്ടില്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഒരു 6 പേരാണ് ഇവർ പറയുന്നത്. പക്ഷേ ഒരു 8 പേരൊക്കെ വരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 8 പേർക്ക് വരെയൊക്കെ ഇവിടെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവർ ഇവിടെ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ബാർബിക്യൂം ഇതെല്ലാം ചെയ്യാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഇനി വീട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കപ്പോൾ ഇതിലേക്കുള്ള കനലും കോളും അതൊക്കെ ആണെങ്കിൽ ഒരു ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരും. അതിന് ചെറിയൊരു നോമിനൽ ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വന്ന തൽക്കാലം എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിന്നർ ടൈം ആയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കിച്ചൺ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്കിന്ന് ഗീ റൈസ്, ചിക്കൻ സ്റ്റൂ, പിന്നെ നേരത്തെ ചെയ്ത ബാർബിക്യൂ സലാഡ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഡിന്നർ കഴിച്ചാൽ നമ്മൾ കിടന്നുറങ്ങും. രാവിലെ ഇവിടുത്തെ ഫാമിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ട് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്കിനി ഡിന്നർ കഴിഞ്ഞ് നാളെ രാവിലെ കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ദിവസം രാവിലെ ആയി. എൻ്റെ കുളി കഴിഞ്ഞു. ഇപ്പോൾ സമയം 8:30 ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ പോകണം. നമുക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പോയി നോക്കി വെക്കാം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ, വാട്ടർമെലൺ, പിന്നെ അപ്പം, ചായ, ജ്യൂസ് വാട്ടർമെലൺ ആണെന്ന് തോന്നുന്നു, പിന്നെ എഗ് കറി, പിന്നെ ബ്രെഡ് ടോസ്റ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നമുക്കിത് ബുക്ക് ചെയ്യാനായിട്ട് 7062221234 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.